നண்பர்களே നൻപികളെ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ദീപ്തി പുള്ളിക്കാരി 2 ദിവസം മുന്നേ ആണെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു കുഞ്ഞിനെ ദത്തെടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ആയിരുന്നു. അതിനെ തുടർന്ന് രണ്ടാമത് മറ്റൊരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അത് ഭയങ്കര കോമഡി ആയിരുന്നു. രണ്ടാമതൊരു വീഡിയോ ഒക്കെ ഇട്ട് വന്നേക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമൻറ്റ് ബോക്സിലെ ചില വിദഗ്ധന്മാരില്ലേ, ഇപ്പം നമ്മുടെ ഉദിക്കുന്ന സൂര്യനില്ലേ, സൂര്യനാണെങ്കിൽ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്നിരിക്കട്ടെ, എല്ലാ ദിവസവും സൂര്യൻ കിഴക്കല്ലേ ഉദിക്കുന്നത്. അപ്പോൾ കമൻറ്റ് ബോക്സിലൂടെ വിദഗ്ധന്മാർ നിരന്തരം പറഞ്ഞ് ചിലപ്പോൾ കമൻറ്റ് ബോക്സ് വായിച്ചിട്ട് സൂര്യൻ ഈഗോ അടിച്ചിട്ട് പിറ്റേ ദിവസം ചിലപ്പോൾ പടിഞ്ഞാറ് വന്ന് ഉദിച്ചെന്ന് വരാം. കാര്യം അങ്ങനെയാണ് നമ്മുടെ കമൻറ്റ് ബോക്സിലെ വിദഗ്ധന്മാർ. അതാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര കോമഡി ആയിട്ടുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം ഈ ദീപ്തി എന്ന് പറയുന്ന ആളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് ഇപ്പം കുഞ്ഞാവ എന്ന് പറയുന്ന അടുത്ത സുഹൃത്തായിട്ടുള്ള ആ ഒരു വ്യക്തിയായിട്ട് ഫെബ്രുവരി മാസത്തിൽ കല്യാണം കഴിക്കാൻ ഒക്കെ ഇരിക്കുകയാണ് പുള്ളിക്കാരി. അപ്പം മുമ്പൊരു ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, ടോക്സിക് ഹസ്ബൻഡ് ആയിരുന്നു. അവർ തമ്മിൽ സെപ്പറേറ്റഡ് ആയി. പിന്നീട് നിരന്തരം പുള്ളിയുടെ ഭാഗത്തു നിന്നുള്ള ടോക്സിക് കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വരുന്ന അത്തരം ദുരിതമൊക്കെ പുള്ളിക്കാരുടെ ലൈഫ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരുപാട് ബ്രേവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു പക്ക അടിപൊളിയായിട്ടുള്ളൊരു ലേഡിയാണ് അല്ലേ. പക്ഷേ പുള്ളിക്കാരി ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഉണ്ടായിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. ഞാൻ എന്തായാലും പുള്ളിക്കാരി ആ ഒരു കുഞ്ഞിനെ റിലേറ്റ് ചെയ്തിട്ടേക്കുന്ന ഒരു വീഡിയോ ജസ്റ്റ് ഇങ്ങോട്ട് ഞാൻ പ്ലേ ചെയ്യാം. മുന്നേ ഉള്ളൊരു വീഡിയോയിൽ കുറേ നാൾ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് പ്രസവിക്കുന്നതിനെക്കാട്ടി സന്തോഷം ആരുമില്ലാത്ത അല്ലെങ്കിൽ നോക്കാൻ ബുദ്ധിമുട്ടുള്ളതോ എന്തെങ്കിലും കഷ്ടപ്പാട് അനുഭവിക്കുന്ന കൊച്ചു കുട്ടികളെ, അല്ലെങ്കിൽ ഇത്തിരി വലിയ കുട്ടിയാണെങ്കിൽ പോലും ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്തുന്നതാണ് എനിക്ക് ഇഷ്ടമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രസവിക്കുന്നതിനെക്കാട്ടിൽ ഇഷ്ടം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ പലരും അതിനെ അന്ന് തൊട്ടേ പറയുന്നുണ്ട്, സ്വന്തം കുഞ്ഞിനെ പോലെ ആവുമോ മറ്റു കുഞ്ഞുങ്ങൾ, പ്രസവിക്കാൻ മടിയാണോ, പ്രസവിച്ചാൽ സൗന്ദര്യം പോകുമോ, പ്രസവിച്ചിട്ട് കളയാനുള്ള സൗന്ദര്യമൊന്നും എനിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങളാണോ, പിന്നെ എന്താണ് പ്രസവിക്കാൻ മടിയാണെങ്കിൽ കുഞ്ഞാവയുടെ ജീവിതം കളയരുത്, പ്രസവിക്കാത്തതുകൊണ്ടാണ് മുന്നേ ഉള്ളവൻ ഇട്ടിട്ട് പോയത്, ഇങ്ങനെ പല ഊഹങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സ്വാഭാവികം. കാരണം ഇപ്പം പ്രസവിക്കണോ വേണ്ടോ എന്നൊക്കെ ഉള്ളത് ഒരാളുടെ സ്വന്തം താല്പര്യമാണ്, സ്വന്തം ഇഷ്ടമാണ്. ഇപ്പം സൗന്ദര്യം പോകണോ വേണ്ടോ എന്ന് തോന്നാനും മാത്രം പുള്ളിക്കാരി ഒരു സിനിമാ നടിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. ഇഫ് അങ്ങനെയാണെങ്കിൽ തന്നെ പുള്ളിക്കാരിക്ക് അത് സൗന്ദര്യം പോകുന്നുള്ളതാണെങ്കിൽ തന്നെ പുള്ളിക്ക് അതൊരു താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാണ്ടിരുന്നാൽ പോരെ. അല്ലാതെ ഒരു ഉള്ളിലൊരു പ്രഗ്നൻ്റ് ആയിട്ട് പിന്നീട് ഒരു കുഞ്ഞിനെ കൊല്ലുക അങ്ങനത്തെ ക്രൂരകൃത്യങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോടെ. അപ്പം ചെയ്തേക്കുന്ന നല്ല പരിപാടിയാണ്. കാരണം വലിയ സെലിബ്രിറ്റീസ് മാത്രം ചെയ്യുന്ന ചില കാര്യങ്ങൾ, മീൻസ് സെലിബ്രിറ്റീസ് മാത്രം ചെയ്യുമ്പോൾ ചർച്ചാ വിഷയമാണ്. നമ്മുടെ സണ്ണി ലിയോണ്, നയൻതാര പോലുള്ള ആളുകൾ കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്നു എന്നുള്ള രീതിയിലേക്ക് പറയുമ്പോഴത്തേക്കിന് അവർക്ക് എല്ലാവരും അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ ഇതുപോലെ ചെറിയ അല്ലെങ്കിൽ അത്രത്തോളം സെലിബ്രിറ്റി, അത്രയും വലിയ സെലിബ്രിറ്റി അല്ലാത്ത ഇത്തരം ചില ആളുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യണം. നല്ല കാര്യം തന്നെ. അങ്ങനത്തെ ഒരു ചിന്താഗതിയൊക്കെ വരുന്നത് നല്ല കാര്യം തന്നെ. പിന്നെ ഒരു കുട്ടി ഉണ്ടായാൽ അതിനെ നോക്കാൻ പറ്റില്ല, അതിനെല്ലാ തരത്തിലും ഉള്ള കൊടുക്കേണ്ടത് കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിന് മെനക്കെടാതിരിക്കുക. ചുമ്മാ പട്ടിയും പൂച്ചയൊക്കെ പ്രസവിച്ചിരുന്ന പോലെ പ്രസവിക്കാം, എന്തിനോ വേണ്ടി പ്രസവിച്ചിട്ട് കാര്യമില്ല. അതിനെ ഒരു പ്രായം എത്തുന്നത് വരെ നോക്കാൻ പറ്റുമെന്നുണ്ടെങ്കിലേ ചെയ്യാവൂ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും ഞാനും അങ്ങനെ വിശ്വസിക്കുന്നവരാണ്. നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും ഒക്കെ അത്യാവശ്യം മനുഷ്യത്തുള്ള ആൾക്കാർ അങ്ങനെ തന്നെ വിചാരിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ്. ഒരിക്കലും ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചതിന് ശേഷം പിന്നെ ഈ കല്ലിൽ വലിച്ചെറിഞ്ഞ് കൊല്ലുക എന്ന് ചെയ്യുന്ന പോലത്തെ ഒരു പരിപാടി തന്നെയാണ് കുഞ്ഞിനെ ജനിപ്പിച്ചതിന് ശേഷം ആ കുഞ്ഞിനെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നൊരു പരിപാടി. സീരിയസ്ലി ഒരാളും അത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാണിക്കുന്നത് ശുദ്ധ പോകൃത്തരമാണ് എന്നുള്ളത് മാത്രം, ഫോർ എനി റീസൺ. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു റേപ്പ് കേസ് കാര്യങ്ങളൊക്കെ സംഭവിച്ചതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. പക്ഷേ അതല്ലാത്ത പക്ഷം നമ്മൾ ഓൾറെഡി ബോധത്തോടു കൂടി തന്നെയല്ല ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്നുള്ള കാര്യം പറയാം. പുള്ളിക്കാരിനെ പറ്റിയിട്ട് കാര്യങ്ങളൊക്കെ ബാക്കി സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും വിഷയങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. എന്നാലും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ആ രീതിയിൽ തന്നെ, ആ ഓർഡറിൽ തന്നെ പോകണ്ടേ. അപ്പോൾ ബാക്കി കൂടെ കേൾക്കാം. അപ്പം അങ്ങനെ ഇരിക്കെയാണ് എനിക്ക് നമ്മുടെ ഓറഞ്ച് കുട്ടിയിലെ, നമ്മുടെ ഓറഞ്ച് കുട്ടിയെ പോലെ എന്റെ കൈകളിലേക്ക് ഒരു കുഞ്ഞിനെ കിട്ടി, ഒരു ചെറിയ കുഞ്ഞാവ. അപ്പോ ഞാനും കുഞ്ഞാവയും ഒന്നിക്കുന്നതിന്റെ മറ്റൊരു കാരണം കൂടി, അല്ലെങ്കിൽ ഞങ്ങളെ കൂടുതൽ ഒരുമിപ്പിച്ച് നിർത്തുന്നതിന്റെ മറ്റൊരു കാരണം നമ്മുടെ ഈ കുഞ്ഞാണ്, എന്റെ കിളിക്കുഞ്ഞിനെ ഞാനിപ്പോ കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം പറഞ്ഞ എന്താ വെച്ചാല് 3 മാസം പ്രായമായി. ഇനി ആ കുഞ്ഞിനെ പറ്റി മറ്റ് ഡീറ്റെയിൽസ് ഒന്നും വീഡിയോ വഴി പബ്ലിക്കായിട്ട് ഞാൻ പറയില്ല. അപ്പോൾ അങ്ങനെ ഒരു പുതുതായിട്ട് എടുത്തേക്കുന്ന ആ ദത്തെടുത്തേക്കുന്ന കുഞ്ഞിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ പറയാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ പറയാൻ താല്പര്യപ്പെടാത്ത അങ്ങനെ എന്തൊക്കെയോ കാരണങ്ങളുണ്ട് അല്ലേ. അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മോശമായിട്ട് ബാധിക്കുമോ, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാൻ എക്സ്പോസ്ഡ് ആക്കാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും അല്ലേ. പക്ഷെ നമ്മുടെ കമൻറ്റ് ബോക്സിലെ വിദഗ്ധന്മാരോ ഇങ്ങനെ പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിരുന്ന ഇതേ ദീപ്തിനെ കൊണ്ടിട്ട് അതെന്താണ് കാരണം എന്നുള്ളത് പറയിപ്പിച്ചു. അതാണ് നമ്മുടെ വിദഗ്ധന്മാരുടെ കഴിവെന്ന് പറഞ്ഞാൽ. എന്റെ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ എത്ര നാൾ ഉണ്ടാവും എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഉള്ളിടത്തോളം കാലം, എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ, എന്റെ ഒരു കാൽക്കുലേഷൻ ശരിയാണെന്നുണ്ടെങ്കിൽ അവന് തിരിച്ചറിയാവുന്ന കാലം വരെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. എന്തൊക്കെയോ കിട്ടാണ്ട് അല്ലെ എന്തൊക്കെയോ ഇല്ലാണ്ട് കഷ്ടപ്പെടേണ്ട ഒരു ലൈഫിൽ നിന്ന് അവനെ നമ്മൾ എല്ലാ ഉള്ള ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. എത്ര നാളാണ് എന്ന് എനിക്കറിയത്തില്ല. ഉള്ളിടത്തോളം കാലം നമ്മുടെ കൂടെ, നമ്മുടെ കിളിക്കുഞ്ഞായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. പിന്നെ കിളിക്കുഞ്ഞായിട്ട് പറയാൻ പറ്റില്ല, കുറച്ച് കഴിയുമ്പോൾ പറന്നു പോകുമെന്നുള്ളത് നമുക്ക്. ദാറ്റ് മീൻസ് ഈ കുട്ടി ഇന്നല്ലെങ്കിൽ നാളെ പുള്ളിക്കാരുടെ കയ്യിൽ നിന്ന് വേർപെട്ട് പോകാം എന്നുള്ള സംഭവമാണ് പറയുന്നത്. അപ്പം ആ റീസണൊക്കെ അറിയണമല്ലോ, എന്താണ് അതിനകത്തുള്ള റീസൺ. അപ്പം സ്വാഭാവികമായിട്ട് ആൾക്കാർ ഇത് ചിന്തിക്കും, അപ്പോൾ ഇത് എന്താണ് റീസൺ. പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട് കുഞ്ഞിനെ പറ്റിയിട്ടുള്ള അത്രയും ഡീറ്റെയിൽസ് പറയാൻ താല്പര്യമില്ല എന്നുള്ളത്. പക്ഷേ നമ്മുടെ വിദഗ്ധന്മാർ അടങ്ങിയിരിക്കുമല്ലോ മക്കളെ. വിദഗ്ധന്മാർ പറഞ്ഞിരിക്കും
ബാക്കിയും കൂടെ കേൾക്കാം. ദയവ് ചെയ്ത് എല്ലാവരും പോസിറ്റീവ് കമന്റ് മാത്രം ഇടുക, മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ. കാരണം ഞാൻ പിന്നെന്താണ് വായിച്ചു കളഞ്ഞു, അത്രേ ഉള്ളൂ. കുഞ്ഞാവയ്ക്കും ഈ വക കമന്റുകൾ ബാധിക്കില്ല. പക്ഷെ എന്റെ വീട്ടിൽ അമ്മയുണ്ട്, അറിയാലോ. അമ്മ ഒരു കമന്റ് തൊഴിലാളിയാണ്. 2000 കമന്റ് വന്നാൽ 2000 എണ്ണോ ഇരുന്ന് വായിക്കും. അതാണ് അമ്മ. അമ്മ വായിക്കുക മാത്രമല്ല വീട്ടിലുള്ള ഓരോരുത്തരെയും കൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കും. അയ്യോ ഇതിങ്ങനെ പറഞ്ഞു, അയ്യോ ഇത് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ നല്ല കമന്റ് കൊണ്ട് കാണിക്കില്ല, അവർക്ക് ടെൻഷനാണ്. അപ്പോൾ ദയവായി നിങ്ങൾ പിന്നെ ബന്ധുക്കൾ തന്നെയാണ്, നിങ്ങളുടെയൊക്കെ ബന്ധുവാണ് നമ്മുടെ ഈ ഉണ്ടപ്പൻ അല്ലെങ്കിൽ എന്റെ കിളിക്കുഞ്ഞ്. അപ്പൊ ആ രീതിയിൽ മാത്രം കമന്റ് ഇടുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അപ്പോൾ പുള്ളിക്കാരി തന്നെ പറഞ്ഞു സ്വന്തം എന്താ പറയുക ബന്ധുവിനെ പോലെ അല്ലെങ്കിൽ അങ്ങനെ ഒരു കുടുംബത്തിലുള്ള ആളെ പോലെ കാണണം, നെഗറ്റീവ് കമന്റ് ഇടുകയേ ചെയ്യല്ലേ എന്ന്. നമ്മുടെ വിദഗ്ധന്മാരല്ലേ ഇടല്ലേ എന്ന് എന്ത് പറയുന്നു അത് മാത്രമേ അവർ വിടുകയുള്ളൂ അല്ലേ. അതിനകത്ത് വന്നിട്ട് ഈ കുഞ്ഞ് നിങ്ങളുടെ ആ കുഞ്ഞാന്ന് പറയുന്ന മറ്റേ ആളില്ലേ ആ കല്യാണം കഴിക്കാൻ പോകുന്നത്, അപ്പോൾ പുള്ളിയായിട്ടുള്ള ആ പുള്ളിയുടെ കുഞ്ഞാണോ ഇത്, അല്ലെങ്കിൽ പുള്ളിക്ക് മറ്റൊരു പെണ്ണിൽ സ്ത്രീയിലുണ്ടായിട്ടുള്ള കുഞ്ഞിനെ ഇപ്പോൾ ദീപ്തി ഏറ്റെടുക്കുകയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെയൊക്കെ കോംപ്ലിക്കേഷൻ ഓഫ് ദ കോംപ്ലിക്കേഷൻ ആക്കിക്കൊണ്ട് വേറെ ലെവലിലോട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിലെ വലിയ വലിയ ആളുകൾ അതിനെ എത്തിച്ചു എന്നുള്ളതാണ്. ആൻഡ് ഇത് റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ട പല ആളുകളുടെയും കമൻറ്റ് ബോക്സിന് താഴെ പോയിട്ട് പറഞ്ഞേക്കുന്ന കുറേ എന്താ പറയുക ഇവർ ഡൈവേർട്ട് ചെയ്ത് വേറെ ഏതോ യൂണിവേഴ്സിലോട്ട് കൊണ്ടെത്തിച്ചു. പിന്നീട് അവരുടെ കമൻറ്റ് ബോക്സിൽ ഈ ഒരു പുള്ളിക്കാർ രണ്ടാമതൊരു വീഡിയോ ഇട്ടതിന് ശേഷമാണ് അത്രയും കമൻറ്റ്സ് കാണുന്നില്ല. എന്നാലും രണ്ടാമത് ഇതിന് ശേഷം എന്ത് പറയില്ല എന്ന് പറഞ്ഞു അത് പിന്നീട് പറയിപ്പിക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്, അതുകൂടെ ഞാനിവിടെ പ്ലേ ചെയ്യാം. യഥാർത്ഥത്തിലേക്ക് കുഞ്ഞിനെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരമ്മയും കുഞ്ഞും അവരുടെ ആത്മഹത്യയുടെ വക്കിൽ നിന്നാണ് എനിക്ക് ഈ കുഞ്ഞിനെ അമ്മേനെ കിട്ടുന്നത്. നിങ്ങൾ കാണുമ്പോൾ ഞാൻ ഏറ്റെടുത്തത് കുഞ്ഞിനെ മാത്രമാണ്, പക്ഷെ കുഞ്ഞു മാത്രമല്ല കുഞ്ഞിന്റെ അമ്മയും ഇപ്പോൾ നിലവിൽ എന്റെ എന്താ പറയുക വേണമെങ്കിൽ എന്റെ സംരക്ഷണത്തിൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കുഞ്ഞിന്റെ അമ്മ വളരെ ചെറുപ്പമാണ്. അപ്പോൾ കുഞ്ഞിന്റെ അച്ഛനെ കുറിച്ച് ചോദിച്ചാൽ എന്തുകൊണ്ട് ഞാൻ അച്ഛനെ കുറിച്ച് ഞാനൊരു വാക്കും പറയുന്നില്ല. കാരണം കുഞ്ഞിന്റെ അച്ഛനും വീഡിയോ കാണുന്നുണ്ടായിരിക്കാം, കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഞാൻ പറഞ്ഞതുകൊണ്ടോ അല്ലെ എനിക്കറിയാവുന്ന യാഥാർത്ഥ്യം ഞാൻ പുറത്ത് പറയുന്നത് കൊണ്ട് അവർ തമ്മിലുള്ള പ്രശ്നം, അതായത് കുഞ്ഞിന്റെ അമ്മയും അച്ഛനും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അതൊരിക്കലും ആഗ്രഹിക്കുന്നില്ല. കുഞ്ഞിന്റെ അച്ഛൻ വേണമെങ്കിൽ കുഞ്ഞിന്റെ അച്ഛൻ വേണമെങ്കിൽ കുഞ്ഞിനെ കൊണ്ടുപോകാമായിരുന്നു. ഒരു കാര്യം ഓർക്കുക, ഒരിക്കലും ഒരു അച്ഛനോ അമ്മയോ കൊച്ചിനെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഉപേക്ഷിക്കത്തില്ല അല്ലെ. പിന്നെ ഈ കുഞ്ഞിന്റെ അമ്മ കുഞ്ഞിനെ ഉപേക്ഷിച്ചില്ല, അതിനെ വഴിയരികെ കൊണ്ട് കളഞ്ഞിട്ടില്ല. പല അമ്മമാരും നമുക്കറിയാലേ, സ്വന്തം സുഖം തേടി പോകുമ്പോൾ കുട്ടികളെ ഉപദ്രവിക്കുന്നു, കൊല്ലുന്നു, വേണ്ടാന്ന് വെക്കുന്നു, കളഞ്ഞിട്ട് പോകുന്നു. അങ്ങനെ ഒന്നും ചെയ്തില്ല. ജീവിതം അവസാനിപ്പിക്കേണ്ട അവസ്ഥ വന്നു. ഈ പൊടിക്കുഞ്ഞിനെ കണ്ടിട്ട് അങ്ങനെ ചെയ്യാനും തോന്നിയില്ല. അപ്പോൾ ഒരു സഹായം എന്ന പോലെ. ഓക്കെ, അപ്പം ഈ കുഞ്ഞിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ഇവരിലോട്ട് ആ കുഞ്ഞ് എത്തി എന്നുള്ളത് പുള്ളിക്കാരി ഇങ്ങനെ പുറത്താക്കണ്ട അല്ലെങ്കിൽ പലരെ അറിയിക്കണ്ട എന്ന് വിചാരിച്ചിരുന്ന പുള്ളിക്കാരി ഇപ്പോൾ ഇതിങ്ങനെ വന്നിട്ട് എങ്ങനെ വന്ന് ആ കുഞ്ഞിലേക്ക് അല്ലെങ്കിൽ ഈ കുഞ്ഞ് തന്നിലേക്ക് എത്തി എന്ന് പറയാനൊക്കെ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് നമ്മുടെ കമൻറ്റ് ബോക്സിലെ വിദഗ്ധന്മാരാണ്. അത് പിന്നെ അങ്ങനെ ആണല്ലോ ഇവിടെ. പിന്നെ പലരും ആൾക്കാരും ചോദിക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ വീഡിയോയ്ക്കകത്ത് കാണിക്കാണ്ടിരുന്നാൽ പോരെ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ കാര്യമുണ്ട്, പുള്ളിക്കാരി എല്ലാ പുള്ളിയുടെ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചൊക്കെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്ത് പുള്ളിക്കാരി ഫുൾ അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതല്ലേ. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കുഞ്ഞിരിക്കുമ്പോൾ ആ കുഞ്ഞിനെ കാണിക്കാതെ എപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. സ്വാഭാവികമായിട്ട് അപ്പോൾ ആ ഒരു കുഞ്ഞിനെ കാണിച്ച് വീഡിയോ എടുത്തു. പിന്നെ എന്ത് പറയരുതെന്ന് ആഗ്രഹിച്ചു അത് തന്നെ നിങ്ങൾ പുള്ളിക്കാരിനെ കൊണ്ട് പറയിപ്പിച്ചു. അതെന്തായാലും നിങ്ങൾക്ക് വലിയൊരു അപ്രിസിയേഷൻ തരേണ്ട ഒരു കാര്യം തന്നെയാണ്. കാര്യം നിങ്ങൾ കമൻറ്റിലെ വിദഗ്ധന്മാർ അത് നല്ല പരിപാടിയാണ് കാണിച്ചേക്കുന്നത്. പിന്നെ പുള്ളിക്കാരി ഇതിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, അപ്പം ഒരു കുഞ്ഞിനെ ഉപേക്ഷിക്കേണ്ടി വരാമെന്ന് പറയുമ്പോഴത്തേക്കിന് അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം അത്രയ്ക്കും ഇതായിട്ടുള്ള പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെയാണല്ലോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ശരിയാണ്, അത്രയും പ്രശ്നമില്ലാത്ത ഒരു അച്ഛനും അമ്മയും അങ്ങനെ ചെയ്യില്ല, കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കില്ല. പക്ഷേ ഫോർ എനി റീസൺ ഇത് ഈ ഒരു സിറ്റുവേഷനിൽ എത്തിയിട്ട് കല്യാണത്തിന് കുഞ്ഞ് ജനിച്ചതിന് ശേഷം പിന്നെ ഇവർക്കിടയിൽ വലിയ സീരിയസ് ഇഷ്യൂ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ പോക്കൃത്തരമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാനിപ്പം ഈ ദീപ്തി എന്ന് പറഞ്ഞ ഈ ഒരു ലേഡീനെ കുറിച്ചല്ല പറഞ്ഞത്, ആ ചെയ്ത ഈ കുഞ്ഞിൻ്റെ അമ്മേനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പം എന്ത് റീസൺ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഓക്കെ അങ്ങനെ കുഞ്ഞിനെ നോക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ നാളെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമോ ഇല്ലയോ ഇതൊക്കെ ആലോചിച്ചിട്ടാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ ഈ ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് ഇതിനെപ്പറ്റിയിട്ട് ആലോചിക്കണമായിരുന്നു. അല്ലാതെ ഇങ്ങോട്ട് ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചതിന് ശേഷമല്ല വലിച്ചെറിഞ്ഞിട്ട് കളയുന്ന പോലെ ആത്മഹത്യയുടെ വക്കിലെത്തി. അപ്പോൾ ആ ഒരു കുഞ്ഞിനിപ്പോൾ ആരുടെ നിങ്ങളിപ്പം ഹസ്ബൻഡും ഇപ്പം ആ ഒരു ലേഡീനെ മാത്രമല്ല ആ കുഞ്ഞിൻ്റെ അമ്മേനെ മാത്രമല്ല ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണോ അയാളെയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചതിന് ശേഷമാണെങ്കിൽ നിങ്ങൾക്കിടയിലെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ വലിച്ചെറിയുകയാണ്. എന്ത് തോന്നിവാസമാണ് കാണിക്കുന്നത്. ഈ ചെയ്ത ആളുകളുടെ അച്ഛനും അമ്മയാണെങ്കിൽ ഇവർ കുഞ്ഞായിരുന്ന സമയത്തേക്ക് അല്ലെങ്കിൽ ജനിച്ച സമയത്തേക്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും ഇതുപോലെ അന്ന് നിങ്ങളത് ചെയ്തിരുന്നെങ്കിലോ കാണിക്കുന്ന ഒരു ദ്രോഹമാണ്. ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ അടുത്ത് കാണിക്കുന്ന ഒരു വലിയൊരു ദ്രോഹമാണ്. അവിടെ ഏറ്റവും അടിപൊളിയായിട്ട് ഒരു എന്താ പറയുക എങ്ങനെയാണ് ഒരു കല്യാണം ഇപ്പം അടുത്തൊരാളുമായിട്ട് വിവാഹം കഴിക്കാനൊക്കെ നിൽക്കുന്ന ഒരാൾ പിന്നീട് ആളുകൾക്കിടയിൽ ഇത്രയും ചീത്തപ്പേരൊക്കെ കേൾക്കേണ്ടി വരുമെന്നൊക്കെ അറിഞ്ഞിട്ടും ആ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ പുള്ളിക്കാരിയാണ് ദത്തെടുക്കുക അല്ല എൻ്റെ സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെ കാണാനാണ് എന്നുള്ള രീതിയിലൊക്കെ പുള്ളിക്കാരി പറയുമ്പോഴത്തേക്കിന് ആ ഒരു മനസ്സൊന്ന് കാണണ്ടേ. അതുപോലും മനസ്സിലാക്കാൻ ബോധമില്ലാത്ത ചില വിവരം കെട്ട കുറേ പുന്നാര മക്കളാണ് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അതിനെ പിന്നെ ഡൈവേർട്ട് ചെയ്ത് വേറെ ഏതൊക്കെയോ യൂണിവേഴ്സിലോട്ട് കൊണ്ടെത്തിച്ച്. ഓക്കെ, ബാക്കിയും കൂടെ കേൾക്കാം. ഓരോരുത്തരുടെ എടുത്തുചാട്ടമാണല്ലോ അവരുടെ ജീവിതം. അപ്പം ഇനി ചെയ്യാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ ഇവരുടെ കയ്യിൽ വന്നപ്പോൾ ആദ്യം നമ്മൾ ഓക്കെ കൂടെ നിൽക്കാം, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ നിർത്തി. പിന്നെ നമ്മുടെ വീട്ടുകാരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ നല്ല രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ കുട്ടിക്ക് പഠിക്കാനുള്ള എല്ലാ
അതായത് ഇനി പഠിച്ചിട്ടാണ് ഒരു ജോലിയാവുള്ളൂ. അതായത് പെട്ടെന്ന് ചാടി കയറി പോയി കടയിൽ നിന്ന് സാധനം എടുത്ത് കൊടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ തുണിക്കടയിൽ പോയി 10,000 ശമ്പളം കിട്ടി അമ്മയും കുഞ്ഞിനെയും കാര്യം നടന്നു പോകും, അങ്ങനെയല്ല. കുടുംബ പ്രശ്നം ജെനുവിൻ ആണെന്ന് തോന്നി. അപ്പോൾ നല്ലൊരു കോഴ്സ് പഠിപ്പിക്കുകയാണ്. അത് പഠിച്ചിട്ട് കുഞ്ഞിന്റെ അമ്മയ്ക്കൊരു ജോലി ആവട്ടെ, പഠിച്ച് നല്ല രീതിയിൽ അതിനും കൂടുതൽ പഠിക്കണമെങ്കിൽ അവൾ പഠിച്ച് നല്ല ജോലി ആവട്ടെ. ജോലി കിട്ടി കഴിഞ്ഞ് കുഞ്ഞിനെ വേണമെങ്കിൽ കൊണ്ടുപോകാം. അതിന് മുന്നേ അവർ ഭാര്യയുടെയും ഭർത്താവിന്റെയും പ്രശ്നം തീരുമെങ്കിൽ അങ്ങനെ കുട്ടീനെ കൊണ്ടുപോകാം. ഇനി പഠിച്ചു കഴിഞ്ഞ് ജോലിയായിട്ട് ഒരു പക്ഷേ മനുഷ്യന്റെ കാര്യമാണ്, ആ കുട്ടിക്ക് പുതിയൊരു റിലേഷനോ പുതിയൊരു വിവാഹമോ കഴിക്കാൻ തോന്നുമ്പോൾ ഈ കുഞ്ഞൊരു ബാധ്യതയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ കൂടെ തന്നെ ആയിരിക്കും ഈ കുട്ടി ഉണ്ടാവുന്നത്. ഇപ്പം കുഞ്ഞിപ്പം ബാധിതയാവും എന്നുള്ള വിചാരിച്ചിട്ടാണെങ്കിൽ കൂടി നാളെ ഈ കുഞ്ഞിനെ സ്വീകരിക്കണമെന്ന് അപ്പോൾ ആ ഒരു ലേഡി എന്ന് പറയണ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരുടെ കൊണ്ടുപോകും. ഇപ്പം അതല്ല അവർക്ക് നോക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാലും പിന്നീട് നാളെ ഒരു കേസോ കാര്യങ്ങളൊക്കെ പോയിന്നിരിക്കട്ടെ. ഇഫ് അങ്ങനെ പോവുകയാണെങ്കിൽ ഈ കുഞ്ഞൊരിക്കലും ദീപ്തി എന്ന് പറഞ്ഞാൽ ഈ ഒരു ലേഡിക്ക് വിട്ടു കൊടുക്കില്ല. കാര്യം നമ്മുടെ നിയമമാണ്, അതിനെ വേറെ ഏതെങ്കിലും അനാഥാലയത്തിലോ അവിടെ എവിടെയെങ്കിലൊക്കെ കൊണ്ടായിരിക്കും കൊണ്ടാക്കുക. ഓക്കെ, അപ്പോഴും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ആ ഒരു കുഞ്ഞിൻ്റെ നിങ്ങളൊന്ന് ആലോചിച്ചുകൂടെ, ആ ഒരു കുഞ്ഞ് ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളായിരുന്നു ആ ഒരു പിഞ്ചു കുഞ്ഞെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കുട്ടിക്കാലത്ത് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് നിങ്ങളിപ്പോൾ വളർന്ന് വലുതായിട്ടുള്ളത്. നിങ്ങൾക്ക് അച്ഛനാരാന്നറിയില്ല, അമ്മ ആരാന്നറിയത്തില്ല, നിങ്ങളെ എടുത്തു വളർത്തിയിട്ടുള്ള മറ്റാരോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു കേസ് കാര്യങ്ങളൊക്കെ പോയി എന്ന് വിചാരിക്കുക. പിന്നീട് നിങ്ങൾ എത്തുന്നത് മറ്റേതെങ്കിലും ഓർഫനേജിൽ നിങ്ങൾ വളരുന്നു. നിങ്ങളുടെ ആ ഒരു കുട്ടിക്കാലം അല്ലെങ്കിൽ വളർന്നു വരുന്ന ആ ഒരു പ്രായത്തോട് അല്ലെങ്കിൽ ആ നിങ്ങളുടെ ആ ഒരു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു കുറച്ച് സമയങ്ങളോട് അവർ കാണിക്കുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമല്ലേ അത്? അല്ലാണ്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ ആ നിഷ്കളങ്കനായ കുഞ്ഞാവിനെ പറ്റി പറയാതെ, കുഞ്ഞാവിനെ പോലെ കുട്ടിയിരിക്കുന്ന ധൈര്യമായിട്ട് കമന്റ് ഇട്ടോ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ ആവശ്യമില്ലാത്ത കാര്യം, കുഞ്ഞാവിന്റെ ഒന്നാമത്തെ കാര്യം, കുഞ്ഞാവെ ആരുമായിട്ടായിരുന്നു ബന്ധം എന്നുള്ളത് അവന്റെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാലോ. കുഞ്ഞാവിനെ തേച്ചു എന്നുള്ള കാര്യം അതെന്തു ആയിക്കോട്ടെ, അതറിയാം. ആ കുട്ടി, ആ പെൺകുട്ടി ഇപ്പോൾ ഉള്ളത് UK അല്ല, അവിടുന്ന് ഇങ്ങനെ കെട്ടിട്ട് കൊടുത്തിട്ട് പോകില്ലല്ലോ. ഇത് നിങ്ങൾ നിസ്സാരമായിട്ട് ആലോചിച്ചാൽ മതി. എങ്ങനെയെങ്കിലും കുഞ്ഞാവിന്റെ റിലേഷൻ ഉണ്ടായ കുട്ടിയാണെങ്കിൽ കൊച്ചിനെ തന്നിട്ട് അവൾ ഞങ്ങളെ ജീവിക്കാൻ വെറുതെ വിടുവോ? ഞാൻ ഈ ശരി എന്നാൽ ഞാൻ പെറ്റു, നിങ്ങൾ തമ്മിൽ ഈ കല്യാണം കഴിച്ചു, എന്നാൽ ഞങ്ങളുടെ കൊച്ചൊന്നും തന്നിട്ട് പോകും. ഇത്ര ലോജിക്കില്ലാത്ത കാര്യമൊന്നും നമുക്കറിയാം. പക്ഷേ എങ്കിൽ പോലും ഈ ലോജിക്കില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും അതിനിടയ്ക്ക് പിന്നെയും പലയിടത്ത് കൊണ്ടിടുന്നു കമന്റ് ഇങ്ങനെ ഇട്ടിട്ട്. അത് നമ്മൾ ചാനലിൽ നാട്ടിൽ പായിട്ട് ചെല്ലാൻ മറ്റുള്ളവർക്ക് കൊടുത്തത് എനിക്ക് പലതിന് അവൻ്റെ അമ്മയ്ക്കൊക്കെ ഒരു ബുദ്ധിമുട്ട്. പിന്നെ അവന്റെ വീട്ടിൽ ചെല്ലാനാണ്, അവൻ നാട്ടിൽ ഇറങ്ങി നടക്കണ്ടേ, അങ്ങനെയൊക്കെ. പിന്നെ എന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടോ അല്ല എനിക്ക് ഇങ്ങനെ ഒരു താല്പര്യം ഉള്ളത് കൊണ്ടാണ് കുഞ്ഞാവ് കൂടെ നിൽക്കുന്നതെന്ന് വിചാരിക്കണ്ട. കുഞ്ഞാവയ്ക്ക് കുഞ്ഞുങ്ങളും ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാട്ടി പോകുന്ന വീഡിയോയിലൊക്കെ ഏത് കുട്ടിനെ കണ്ടാലും കുഞ്ഞാവ് എടുക്കാറുണ്ട്. ഇത് കുളിപ്പിക്കലോ എടുക്കലോ ഒക്കെ പഠിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞാട്ടിയില്ലേ, കുഞ്ഞാട്ടി അവരുടെ കുടുംബത്തിൽ കുറേ കാലം കൂടി ഉണ്ടായ കുഞ്ഞാ. ഇവർക്ക് എല്ലാവർക്കും ചേട്ടന്മാർക്കും എല്ലാം അനിയമാർക്കും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞാറ്റനെ. അപ്പോൾ കൊച്ചിലെ ചേച്ചി ജോലിക്കൊക്കെ പോകുമ്പോൾ ഇവരുടെ വീട്ടിലാക്കിയിട്ട് പോകുന്നത്. അപ്പോൾ കുഞ്ഞാറ്റനെ കുളിപ്പിച്ചു എടുത്തൊക്കെ നല്ല ശീലമാണ് പൊതുവെ. കുഞ്ഞാവ് നല്ല രീതിയിൽ കൊച്ചുങ്ങളെ എല്ലാത്തിനും നോക്കും. ഭാഗ്യത്തിന് ഞാൻ ഡെയിലി വീഡിയോ ഇടും. ഇല്ലായിരുന്നെങ്കിൽ ഇതെല്ലാവരും കൂടെ എന്റെ ഏതെങ്കിലും ഒരു അഭിഹിതത്തിലെ കുട്ടിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ ഇടുന്നതുകൊണ്ട്, ഞാൻ ഗർഭിണിയാണെന്നാരും കണ്ടിട്ടില്ലാത്തതുകൊണ്ട്, പിന്നെ എല്ലാവർക്കും ഏകദേശം സംശയം. ഇല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും അഭിഹിത ഗർഭത്തിൽ അവിടെ പോയി കണ്ട പോലെ പറയുള്ളൂ. ഞാൻ ഇങ്ങനെ അതുവഴി പോയപ്പോൾ അവിടെ ഉണ്ടാക്കിയ ഗർഭത്തിൽ കൂടി ഞാൻ ഉണ്ടാക്കി പ്രസവിച്ചിട്ട് കൊച്ചാന്ന് പറയും. പിന്നെ ഇടയ്ക്ക് ഞാൻ 2 ആഴ്ച കണ്ട് വീഡിയോ ഇടാതിരുന്നിട്ടുണ്ടായിരുന്നു. 2 ആഴ്ച കൊണ്ട് ഏതായാലും എനിക്ക് ഗർഭിണിയായി ദിവ്യഗർഭത്തിൽ പ്രസവിച്ചാൽ പറ്റും. ചിലപ്പോൾ കമന്റ് ബോക്സിലെ വിദഗ്ധർ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞാക്കിയെന്ന് വരാം. 2 ആഴ്ച കൊണ്ടിട്ട് ഇതാ ദീപ്തിക്ക് ഗർഭിണിയായി, ഞങ്ങളിതെല്ലാം അറിയുന്നുണ്ട്, കുഞ്ഞാറ്റയല്ലേ അല്ലെങ്കിൽ കുഞ്ഞാവയല്ലേ ഇതിനകത്ത് കാരണം, നിങ്ങൾ പണ്ട് തൊട്ടേ നിങ്ങൾക്കിടയിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ മറ്റേതോ അവിഹിത ബന്ധമല്ലേ. സ്വാഭാവികം നമ്മുടെ കമന്റിലെ വിദഗ്ധമാണ്. ഇതാ ഞാൻ ഇവരുടെ തുടക്കത്തിൽ പറഞ്ഞത് കാര്യം. നമ്മുടെ സൂര്യനെ കിഴക്കുതിക്കുന്നു പറഞ്ഞുകൊണ്ട് എന്തിന് നിങ്ങൾ കിഴക്കുതിക്കുന്നു, പടിഞ്ഞാറ് ഉദിച്ചാൽ പോരെ എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം കമന്റ് ഇട്ട് കഴിഞ്ഞാൽ സൂര്യനെ തന്നെ ഈഗോ അടിച്ചിട്ട് പടിഞ്ഞാറ് ഉദിക്കും. അങ്ങനെയാണ്. അത്രത്തോളം കഴിവുള്ള കുറേ കഴിവേറികൾ നമ്മുടെ കമന്റ് ബോക്സിൽ കിടന്ന് കളിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും കൊള്ളാം. എന്തായാലും ഇതിനെപ്പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ പറഞ്ഞാൽ മതി. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.